ശ്രീമതി ശാന്തകുമാരി കെ, ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസം സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി. പോയിന്റ് മാത്രം. സർ, കൊങ്ങാട് മണ്ഡലത്തിലെ ഏക സർക്കാർ കോളേജാണ് പത്രിപ്പാല ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. അത് യഥാർത്ഥത്തിൽ പത്രിപ്പാല ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ കുറച്ച് ഭാഗം അനുവദിച്ചുകൊണ്ടാണ് 2014 അത് ആരംഭിച്ചത്. പുതിയ കെട്ടിടമെന്നൊരാവശ്യം വിവിധ ഘട്ടങ്ങൾ ഉന്നയിക്കുകയും അതിൻ്റെ ഭാഗമായി 2023 3,99,00,000 രൂപയ്ക്ക് ഭരണാനുമതി ലഭിച്ചിട്ടുള്ള ഒരു പദ്ധതി അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് അവിടെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഉത്തരവുണ്ടാക്കി. 2023 അത് പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഫിസിക്കൽ, ഹ്യൂമൻ ആൻഡ് IT ഇൻഫ്രാസ്ട്രക്ചർ എന്ന ശീർഷകത്തിൽ തുക വകയിരുത്തിയിരുന്നു. പക്ഷേ ഭരണാനുമതി ലഭിച്ച് 2 വർഷം കഴിഞ്ഞിട്ടും അതിനെ ലിമിറ്റ് ഉയർത്താൻ കഴിയാത്തതിനാൽ പ്രസ്തുത പ്രവൃത്തി ഇതുവരെ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ നമുക്കറിയാം, അതോടൊപ്പം തന്നെ സർ 2018 ആരംഭിച്ചിട്ടുള്ള കിഫ്ബി ഫണ്ടിങ്ങോടുകൂടി 13,56,00,000 കിറ്റ്കോ നിർവഹണ ഏജൻസിയായിട്ടുള്ള കോളേജ് കെട്ടിട നിർമ്മാണവും ഇതുവരെയും ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. 7 വർഷമായി ഈ കോളേജിൻ്റെ പ്രവർത്തനത്തിനകത്ത് സ്കൂളിൻ്റെ ഭാഗമല്ലാതെ മറ്റൊരു പ്രവർത്തനവും നമുക്ക് നടത്താൻ കഴിയുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമൊരു കാര്യമാണ്. തികച്ചും തൊഴിലാളികളും സാധാരണക്കാരായ രക്ഷിതാക്കളുടെ കുട്ടികൾ പഠിക്കുന്ന ഒരു സർക്കാർ കോളേജിൻ്റെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ ഗവൺമെൻറ് മുന്നോട്ട് വെച്ച ഈ 2 പദ്ധതികളും അടിയന്തരമായി സാങ്കേതിക നിയമപ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് അത് നിർവഹിക്കണം, നടപടി കൈക്കൊള്ളണം എന്നാണ് ഈ സബ്മിഷനിലൂടെ ഞാൻ ആവശ്യപ്പെടുന്നത്. ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസം സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി. സർ, പത്തിരിപ്പാല സർക്കാർ കോളേജിന് പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് നിർമ്മിക്കുന്നതിന് 2023-24 സാമ്പത്തിക വർഷത്തിൽ 3,99,00,000 രൂപയുടെ ഭരണാനുമതി നൽകിയിരുന്നു. പ്രസ്തുത തുക പ്ലാൻ ശീർഷകത്തിൽ അനുവദിച്ചുവെങ്കിലും ആ സാമ്പത്തിക വർഷത്തിൽ അലോട്ട്മെൻറ്റ് നൽകാൻ സാധിക്കാത്ത വിധം അതിൻ്റെ ശീർഷകത്തിൻ്റെ പരിധി ഉയർത്താൻ സാധിച്ചിരുന്നില്ല. ഈ സാമ്പത്തിക വർഷം തുക പൊതുമരാമത്ത് വകുപ്പിൽ നിക്ഷേപിച്ചാൽ മാത്രമേ പ്രവൃത്തി ആരംഭിക്കാനാവൂ എന്നതിനാൽ പ്ലാൻ ശീർഷകങ്ങളുടെ പരിധി ഉയർത്തുന്നതിനുള്ള നടപടി സ്വീകരിച്ചു വരികയാണ്. പത്തിരിപ്പാല ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനം കിഫ്ബി മുഖേന നടക്കുന്നതിൻ്റെ ഭാഗമായി പുതിയ കെട്ടിട നിർമ്മാണത്തിന് 10,15,00,000 രൂപയുടെ ധനാനുമതിയും 30/3/23 ഉത്തരവ് പ്രകാരം 13,56,00,000 രൂപയുടെ പുതുക്കിയ ധനാനുമതിയും കിഫ്ബി നൽകിയിട്ടുണ്ട്. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നിർവഹണ ഏജൻസിയായ കിറ്റ്കോ പ്രസ്തുത പ്രവൃത്തിക്ക് സാങ്കേതിക അനുമതി ലഭ്യമാക്കി വർക്ക് ടെൻഡർ ചെയ്യുകയും യോഗ്യമാണെന്ന് കണ്ടെത്തിയ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് വർക്ക് അവാർഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആയതിന് 1 വർഷത്തിന് ശേഷവും കരാറിൽ ഏർപ്പെടാൻ സാധിക്കാതിരുന്നതിനാൽ ഈ പ്രവൃത്തി നടപ്പിലാക്കുന്നതിന് കരാറുകാരൻ വിസമ്മതം അറിയിക്കുകയുണ്ടായി. ആയതിനാൽ ഈ പ്രവൃത്തി റീടെൻഡർ ചെയ്യുന്ന നടപടികൾ ആരംഭിച്ചു. ഇതിനിടെ DSR 2021 നിലവിൽ വന്നതിനാൽ ഈ പ്രവൃത്തികൾക്ക് അനുവദിച്ച ധനാനുമതി തുക 14.40 കോടി രൂപയായി ഉയർത്തുന്നതിന് 4/12/25 പദ്ധതി നിർവഹണ ഏജൻസിയായ കിറ്റ്കോ പുതുക്കിയ ശുപാർശ കിഫ്ബിയുടെ അംഗീകാരത്തിനായി സമർപ്പിച്ചു. ആയതിന്മേൽ ചില വിശദാംശങ്ങൾ കിഫ്ബി ആരായുകയും തുടർന്ന് 17/1/26 പുതുക്കിയ ശുപാർശ കിഫ്ബിയുടെ SPV പുനഃസമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് കിഫ്ബിയുടെ പരിഗണനയിലാണ്. കിഫ്ബിയിൽ നിന്ന് പുതുക്കിയ ധനാനുമതിയും സാങ്കേതിക അനുമതിയും ലഭ്യമാക്കി പ്രവൃത്തി ടെൻഡർ ചെയ്ത് പൂർത്തിയാക്കുന്നതിനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കുന്നതാണ്.